പെണ്ണെ കിട്ടാനിട്ടാണോ അവന്? ഈ ഒരു പെണ്ണെ അവൻ പിടിപ്പിക്കാറുണ്ട്, വേറെ ഒന്നും ചെയ്തൂടെ? ഈ ട്രാൻസ്ജെൻഡറിനെ പോയി ഒന്നുമില്ലാത്തതിനെ പറ്റിയാണോ? ഈ പെണ്ണുങ്ങളും മോശമല്ല. ഈ വന്നാലും മൊബൈലല്ലേ, ഏത് രീതിയിൽ വേണേലും ഉണ്ടാക്കാമല്ലോ. ഇപ്പം നമ്മളങ്ങളുള്ള ഫോട്ടോ വേണമെങ്കിൽ നമുക്ക് വെട്ടിക്കയറ്റണം. നമ്മുടെ അയലത്തൊരു ഇത് നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടൊരു ഇത്. ഒന്നോ രണ്ടോ വരുവാണെങ്കിൽ ഓക്കെ, അപ്പോൾ വിശ്വസിക്കായിരുന്നു. ഇത് ഒറ്റയടിക്ക് 9 പേര് പൊങ്ങി വന്നതാണ്. മുമ്പയിലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെണ്ണെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, ആരും അത് മൈൻഡ് ചെയ്തു. സംഭവം 3.5 വർഷത്തിന് മുമ്പല്ലേ നടന്നത്. അത് ഇപ്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നത് ഇപ്പം ഈ ഇലക്ഷൻ കണ്ടുകൊണ്ടല്ലേ. ഇപ്പം വേറൊരു കേസിനും പെട്ടിട്ടില്ലെങ്കിൽ ഈ പെൺ വാണിപ്പം. പണ്ടൊരു പഴമൊഴിയുണ്ട്, ഇല വന്ന് മുള്ളേ വീണാലും മുള്ളു വന്ന ഇല വീണാലും കേടലയ്ക്ക. അതുകൊണ്ടൊന്നും രാഹുലിനെ ഒന്ന് തളർത്താനൊന്നും പറ്റത്തില്ല. ഈ പെണ്ണുങ്ങളും മോശമല്ല. പല രീതിയിൽ നമുക്കറിയാം. പെണ്ണുങ്ങളും മോശമല്ല. പിന്നെ ആണുങ്ങളല്ലേ, എന്തോ വിശാലം മതിയല്ലോ. ഇതിനൊക്കെ ഈ വലുതൊക്കെ വന്നണൊക്കെ. രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തു എന്ന് തോന്നുന്നുണ്ടോ ചേട്ടാ? അവൻ അങ്ങനെ തെറ്റൊന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ ആണുങ്ങളല്ലേ നമ്മൾ ഈ കാര്യം പറയുന്നത്. നമുക്ക് ചെറുപ്പക്കാരല്ലേ നമ്മൾ ഈ കാര്യം. കുഞ്ഞുനാൾ മുതൽ എനിക്കറിയാവുന്ന എൻ്റെ അനിയനായി താമസിക്കുന്നത്. അതിനപ്പുറത്താ ഞാനിവിടെ താമസിക്കുന്നത്. ഇതെല്ലാം ഞങ്ങളെല്ലാം കുഞ്ഞിലേ മുതലേ കണ്ട് പരിചയമുണ്ട്. പിന്നെ ആ തന്തയും എല്ലാം എനിക്കറിയാം. തന്ത പട്ടാളക്കാരനായിരുന്നു. ഇവിടെ കടയുണ്ടായിരുന്നു. ഞങ്ങളെല്ലാം സഹകരണമുള്ളവരായിരുന്നു. അന്ന് ചേട്ടൻ ഓർത്തിട്ടുണ്ടോ രാഹുൽ ഇത്ര ഉയർന്നു വരുമെന്നും വളർന്നു വരുമെന്നും? ഇല്ലില്ല. അവൻ തപോവനത്തിൽ പഠിച്ചു, നല്ല മാർക്കോട് കൂടി പാസ്സായി. അവിടെ വെച്ച് അവന് രാഷ്ട്രീയമുണ്ട്. എല്ലാവരും പറഞ്ഞതാണ് ഈ ജോലിക്ക് പോകാൻ. പിന്നെ സ്കൂളിലെ രാഷ്ട്രീയമല്ലയോ ഇതെല്ലാം പ്രശ്നങ്ങളുണ്ടാക്കുന്നത്. ഈ സ്കൂളിലെ രാഷ്ട്രീയം മാറ്റാവോ, പിള്ളേരതി കിടന്നങ്ങ് അടിമയായി പോകും. അതിനകത്ത് കാണുമല്ലോ, എല്ലാ ഗ്രൂപ്പിലും ഉണ്ട്. എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ മോൻ എനിക്ക് പണി തരുന്നില്ലേ എന്ന് പറഞ്ഞ പോലെ. അതായത് ചേട്ടൻ നമ്മുടെ മോൻ പണി തരുമെന്ന് പറഞ്ഞ പോലെയാണ്. എൻ്റെ മോൻ പണി വന്ന് കല്യാണം കഴിഞ്ഞപ്പോൾ 6 വർഷം കൊണ്ട് ഇപ്പം എൻ്റെ വീട്ടിലില്ല. ഒരു മോനും ഒരു മോളും ഉള്ള. അപ്പോൾ പിന്നെ കൂട്ടുകാർ പണി കൊടുക്കാതിരിക്കുമോ? കൂട്ടുകാർ പണി കൊടുക്കാതിരിക്കുമോ? എന്നിട്ട് വിവാഹത്തോടു കൂടി അവളും അവനോട് ഒന്നായി. അവനെ വിളിച്ചുകൊണ്ട് അവൻ പോവുകയും ചെയ്തു. ഞാനും ഭാര്യ ഒറ്റയ്ക്ക് വളർത്തി വിട്ടു. എന്താണെന്ന് വെച്ചാൽ പാരാംസൈറ്റ് പഠിച്ച് പാസ്സായി, മെക്കാനിക്ക് ഡിപ്ലോമ പഠിച്ച് പാസ്സായി. 10 പൈസ കൊടുക്കാൻ ദുബൈയിലാണ്. ഭയങ്കര ശമ്പളമാണ്. ഇപ്പോഴും ചേട്ടൻ ജോലി ചെയ്താണ് ജീവിക്കുന്നത്. റബ്ബർ വെട്ടി കണ്ടമുണ്ട്. അത് പിന്നെ പന്നി. ഇപ്പം കൃഷി ചെയ്ത് ജീവിക്കുക. ചേട്ടൻ കോൺഗ്രസ്സുകാരനാണോ? കോൺഗ്രസ് അനുഭാവിയാണോ? കോൺഗ്രസ് കൊണ്ട് നമ്മൾ ഇവിടെ പഞ്ചായത്തിന് ഞാൻ ആർക്ക് വേണമെങ്കിൽ ചെയ്യും. നമ്മുടെ നാട്ടിലുള്ളത് ചോദിച്ചാലേ നമുക്ക് എന്തെങ്കിലും പഞ്ചായത്ത് നമ്മൾ ഈ വ്യക്തി നോക്കി കൊടുക്കും. ഈ കോൺഗ്രസ് ആയതുകൊണ്ടാണോ ചേട്ടൻ ഈ പിന്നെ രാഹുൽ പാവമാണ് നല്ല പയ്യൻ? അല്ല, അതൊന്നും അല്ല. ചീത്തയാന്ന് പറയും. ഈ MLA ആയി എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കൂടെ പോകുന്നവനല്ല. ഉള്ള വോട്ട് കൊണ്ട് കൊടുക്കും. അത് ആരാ നല്ലതെന്ന് വെച്ചാൽ പണ്ടത്തെ പോലുള്ള സഹകരണമില്ല. കണ്ടു പോവും, അത്രേ ഉള്ളൂ. അല്ല ചിരിക്കും. ഒത്തിരി വർത്തമാനമൊന്നും പറഞ്ഞ് ഞങ്ങൾ നേരത്തെ ഇവിടെ വെച്ച ഈ സുഭാഷിൻ്റെ അടുത്ത് വെച്ച് കമൻറ്റ് കൂടും. പരാതി ആർക്കും കൊടുക്കും. ഇവിടെ തന്നെ ഒരുത്തി തുണി ഉള്ളിൽ കയറി വെച്ച എന്നൊരു മൂപ്പിലാൻ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് കേസ് കൊടുക്കാൻ. പിന്നെ അതിക്കുള്ളൂ ഒന്നുമില്ലല്ലോ. ചെറുപ്പക്കാരനെ എനിക്ക് അനുഭവമാണ്. ഒരുമാതിരി ഈ സെറ്റപ്പ് ജീവിച്ചു വന്നവനില്ല. അതുകൊണ്ടാണ്. പിന്നെ അങ്ങനെ ഈ വന്നാലും മൊബൈലല്ലേ, ഏത് രീതിയിൽ വേണേലും ഉണ്ടാക്കാമല്ലോ. ഇപ്പം നമ്മളങ്ങളുള്ള ഫോട്ടോ വേണമെങ്കിൽ നമുക്ക് വെട്ടിക്കയറ്റണം. അതല്ലേ ഞാൻ പറഞ്ഞത്. തന്തയ്ക്ക് ഇവിടെ പലർക്കിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാം അപ്പോൾ എനിക്ക് പറക്കാവുണ്ടായിരുന്നു. ആ വസ്തുക്കെ വിറ്റുല്ലും മല്ലയിലായിരുന്നു. അപ്പോൾ മൊത്തം പറങ്ക വിട്ട് ഞാൻ റബ്ബർ വെച്ചു, മുള കെട്ടിക്കാൻ വിറ്റു. അപ്പോൾ ആ പറങ്കണ്ടി മൊത്തം ഹോൾസെയിലായിട്ട് അവരായിരുന്നു എടുക്കുന്നത്. അതിന് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ രാഷ്ട്രീയം ഇനി അവൻ്റെ ലൈൻ ഇനി എങ്ങനെയാണെന്ന് ആർക്കറിയാം. മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഇരിക്കുന്ന കാര്യങ്ങളാണ് വല്ലതും പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നല്ലത് നാടിന് നല്ലത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. കല്യാണം കഴിച്ചിട്ടില്ല. ഇപ്പം കല്യാണമൊക്കെ ഇങ്ങോട്ട് ആലോചിച്ചെന്ന് പറയുന്ന കേട്ട്. പുള്ളി അറിയാം ആൾ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ആദ്യം കണ്ടുപിടിക്കട്ടെ. എന്ന് ചെയ്യുവാണെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് രാജിവെക്കട്ടെ. ആദ്യം കണ്ടുപിടിക്കട്ടെ അത് ചെയ്തിട്ടുണ്ടോ എന്ന്. അത് കറക്റ്റായിട്ട് കണ്ടുപിടിക്കട്ടെ. കണ്ടുപിടിച്ച് കഴിയുമ്പോൾ അത് പുള്ളി രാജിവെക്കണമെങ്കിൽ രാജിവെക്കണം. കണ്ടുപിടിച്ച് എന്നിട്ട് അത് കൃത്യമാണെങ്കിൽ അത് രാജിവെക്കട്ടെ.
അന്വേഷണമാണ് ആദ്യം വേണ്ടത്. അന്വേഷണം ആദ്യം ആദ്യം വേണം. രാജിയല്ല. രാജിയല്ല, അന്വേഷിച്ചിട്ട് അതിനകത്തിൽ പുള്ളി പോയിട്ടുണ്ടെങ്കിൽ അത് രാജിവെക്കട്ടെ. അതാണ് ചെയ്യേണ്ടത്. അതിന് മുമ്പല്ലല്ലോ രാജിവെക്കണ്ടേ. പുള്ളിക്ക് എന്തെങ്കിലും പറയാനുള്ളത് കേട്ടിട്ട് ന്യായമാണെങ്കിലും ന്യായമില്ലെങ്കിലും അത് കറക്റ്റായിട്ട് ഇപ്പോൾ ഒരാളുടെ പെട്ടെന്നുള്ള വളർച്ചയിൽ അസൂയ പൂണ്ടിട്ടാണ് ആയിരിക്കാം ഇങ്ങനെ ചെയ്യുന്നതെന്ന് ആൾക്കാർ പറഞ്ഞാൽ അത് വിശ്വസിക്കുന്നു. ഇല്ല, പുള്ളിക്ക് പറയാനുള്ള കാര്യം ആദ്യം കേട്ട് പിന്നെ അത് കറക്റ്റായിട്ട് അന്വേഷിക്കട്ടെ. അന്വേഷണമല്ലോ എല്ലാത്തിനും കാര്യം. ആദ്യം അന്വേഷിക്കുക, പിന്നെ അന്വേഷിച്ച് നല്ല രീതിയിൽ അന്വേഷിച്ച് തെളിയിച്ചിട്ട് അത് പുള്ളി ചെയ്തിട്ടുണ്ടെങ്കിൽ പുള്ളി പോട്ടെ. ഇപ്പോൾ രാഹുൽ മാങ്കുട്ടത്തെ പറ്റി ചെറുപ്പം പോലെ അപ്പച്ചിക്ക് അറിയാവുന്ന ചെറുപ്പം മുതലേ അറിയാം. ഇങ്ങനൊന്നും ഞങ്ങൾ കേട്ടിട്ടില്ല. പിന്നെ ഇപ്പം പ്രായമായി അവൻ പാർട്ടിക്കും രാഷ്ട്രീയത്തിനൊക്കെ പോകുന്ന എന്തോ സ്വഭാവമൊന്നും എടുക്കുന്നു ഒന്നും നമുക്കറിയത്തില്ല. ഇവിടെ നല്ല പയ്യനായിരുന്നു. ഇവിടെ കൊച്ചുനാളിൽ നല്ലതായിട്ട് പിള്ളേരുമായിട്ട് സഹകരിച്ച് നടന്നവനാണ്. ഇവരുടെയൊക്കെ കൂടെ പഠിച്ചതും എടുത്തതും ഒക്കെയാണ്. അമ്മയും അച്ഛനെയും വല്യച്ഛനെയും എല്ലാം അറിയാം. കുടുംബക്കാരായ വല്യച്ഛൻ എൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരനായിരുന്നു. അവൻ്റെ അച്ഛനെ ഇവിടുത്തെ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ സഹകരിക്കുകയും എടുക്കുകയും ഒക്കെ ചെയ്താൽ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണ്. രാഹുൽ ഞങ്ങളുടെ മക്കളുടെ കൂടെ പഠിച്ചതാണ്. പക്ഷേ ഇപ്പം പ്രായമായി അവരൊക്കെ പല രീതിയിൽ പോയി. നമ്മുടെ അയലത്തൊരു എന്തോ നടക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിൻ്റേതായിട്ടൊരു ഇത്. ഞാൻ രാഹുൽ മാങ്കൂട്ടൻ ഞങ്ങളുടെ അയലോക്കാരനെന്ന് പറഞ്ഞുകൊണ്ടിരുന്നതല്ലായിരുന്നോ? ഇനി ആയാലും പറയും. നമുക്ക് അയലുകാരനല്ലെന്ന് പറയാനും ഒക്കത്തില്ല. ഞങ്ങൾ കൊച്ചുനാളിലെ കാണുകയും കേൾക്കുകയും സഹകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളൂ. ഇപ്പോഴും അത് തന്നെ. അഞ്ചലി ഞങ്ങൾ അങ്ങോട്ട് ഇപ്പോഴത്തെ സമയത്ത് അങ്ങോട്ട് ഇപ്പോഴത്തെ അല്ല, വർഷങ്ങൾ കൊണ്ട് പോക്കും വരവും ഇല്ലെന്നേ ഉള്ളൂ. കാണുന്നിടത്ത് വെച്ച് കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യും. ബീന നല്ല ഞങ്ങളെല്ലാം പറഞ്ഞല്ലേ, ഞങ്ങൾ ഒന്നിച്ച് സഹകരിക്കും. അമ്മയുടെ പേര് ബീന എന്ന, അച്ഛൻ്റെ പേര് രാജേന്ദ്രക്കുറുപ്പ് എന്നായിരുന്നു. ഈ ഒത്തിരി കഷ്ടപ്പെട്ടല്ലേ അമ്മ? അച്ഛൻ മരിച്ചു പോയപ്പോൾ അമ്മ വളർത്തി. അച്ഛന് പട്ടാളക്കാരനായിരുന്നു. പിന്നെ സുഖമില്ലാതായപ്പോഴാണ് പട്ടാളത്തിൽ നിന്ന് വന്ന് പിന്നെ LIC ജോലിയിട്ട് മരിച്ചു കഴിഞ്ഞപ്പോൾ ആ ജോലി വീണായിട്ട് അമ്മയ്ക്ക് കിട്ടി. പിന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഉള്ള പ്രശ്നങ്ങളൊന്നും. പിന്നെ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ എന്തുവാന്നൊന്നും നമുക്കറിയാൻ വയ്യ. നമ്മളിപ്പോൾ ഈ പത്രത്തിനും TV-യിലും ഒക്കെ കാണുന്നേ ഉള്ളൂ. കാണുമ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അറിയുന്നത് തന്നെ. ഇതൊക്കെ പഠിക്കുമ്പോൾ മറ്റു കുഴപ്പമൊന്നും ആരുടെയും ഭാഗത്തൊന്നും കേട്ടിട്ടില്ല. നന്നായിട്ട് പഠിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പഠിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. വക്കീൽ പഠിച്ചുകൊണ്ടിരുന്നല്ലോ. പിന്നെ പഠിച്ച് പൂർത്തിയാക്കിയൊന്നൊന്നും അറിയത്തില്ല. MLA ആയി കഴിഞ്ഞാൽ പിന്നെ കണ്ടുണ്ടോ? അത് ഇൻസ്റ്റാഗ്രാമിൽ കാണുമായിരുന്നു. അല്ല, നേരിട്ട് വന്ന് നിങ്ങൾ ഇൻസ്റ്റയിലൊക്കെ എപ്പോഴും വീഡിയോ ഇടുന്നതൊക്കെ കാണുന്നുണ്ട്. ഓരോന്ന് ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും അല്ല. ചവറയിലുള്ള എൻ്റെ ഒരു കൂട്ടുകാരികളൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. നിങ്ങളുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ അയലോക്കത്ത് അതിനെ കെട്ടിച്ചേക്കുന്നത് പറയും അല്ലേ? എൻ്റെ ആങ്ങളെ മറ്റേ CPM-ൽ പ്രവർത്തിക്കുമായിരുന്നു. ഞാൻ പുള്ളിയുടെ അടുത്ത് ഞാനുമായിട്ട് തർക്കിക്കുമായിരുന്നു. ഞങ്ങളെ വീട്ടിൻ്റെ അടുത്താ രാഹുൽ മാങ്കൂട്ടം എന്നൊക്കെ പറഞ്ഞിങ്ങനെ തർക്കിക്കുമായിരുന്നു. ഇപ്പോൾ ഒരു വിഷയം വന്നപ്പോൾ പിന്നെ അവർ തിരിച്ച് കളിയാക്കുന്നു, അത്ര തന്നെ. അന്നേരം നമ്മളും പറയാം അതിങ്ങിപ്പോൾ എന്നാലും ഒരു കാലം മാറുമ്പോൾ കുറച്ച് നാൾ ഒരു ന്യൂസ് വരും. അത് കുറച്ച് കഴിയുമ്പോൾ ഇനി മാറും. പിന്നെ അടുത്ത ന്യൂസ് കിട്ടുമ്പോൾ അടുത്ത ന്യൂസിനകത്തോട്ട് ഇത് തന്നെയല്ലേ നടക്കുന്നത്. അത് തന്നെയല്ലേ ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ തന്നെ. കുറച്ച് നാൾ ആൾക്കാർക്ക് പറയാൻ കിട്ടും. രാഹുൽ മാങ്കൂട്ടം അടുത്ത പ്രാവശ്യം ഇവിടെ ഒന്ന് മത്സരിച്ച വോട്ട് ചെയ്യുമോ? വോട്ട് ചെയ്യും. ഇവിടെ പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ പറയാതെ ഇവിടെ ഈ ഭാഗത്ത് ഞാൻ കണ്ടത് വെച്ച് പാർട്ടി നോക്കാതെ ആൾക്കാരെ നോക്കിയുള്ള വോട്ടിങ്ങാണ് ഇവിടെ കൂടുതലും. ഇവിടെ ഓരോരുത്തർ ഇപ്പോൾ എതിർ പാർട്ടി നിന്നാലും വ്യക്തിയെ നോക്കി വോട്ട് ചെയ്യുന്നതാണ് ഇവിടെ പൊതുവെ എൻ്റെ അറിവിൽ ഞാൻ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ രാഹുൽ നിന്നാലും ഇപ്പോൾ ഒരാൾ വ്യക്തിയെ നോക്കിയായിരിക്കും വോട്ട് ചെയ്യുന്നത്, അല്ലാതെ പാർട്ടി നോക്കത്തില്ല. ഇവിടെ പൊതുവെ പാർട്ടി നോക്കിയുള്ള രീതി ഇല്ല ഞാൻ കണ്ടത് വെച്ച്. നാളെ ഒരു മന്ത്രി, മുഖ്യമന്ത്രി ഒക്കെ ആകേണ്ട ഒരാളിനെ ആയിരുന്നെങ്കിൽ, കാരണം മുണ്ടപ്പള്ളി എന്ന് പറഞ്ഞൊരു നാട് ഒന്നുകൂടി അറിയപ്പെട്ടേനെ. അറിയപ്പെട്ടേനെയായിരുന്നു. നമുക്കും അത് മനസ്സിലാക്കാം. ഈ പറഞ്ഞ പാലക്കാട് ഇപ്പം നമുക്ക് പറയാമായിരുന്നു ഒരു, പിന്നെ എല്ലാവർക്കും ഒരേ അല്ല പറയാൻ പറ്റത്തില്ല. മന്ത്രിയാവണ്ട പിന്നെ പറയാൻ പറ്റില്ല. എല്ലാവർക്കും ഉണ്ട് കഷ്ടകാലം. നല്ല സമയം വരും, ചീത്ത സമയം വരും. സ്വന്തം പാർട്ടി തന്നെ പരസ്പരം തിരിച്ചു കുത്തുമെന്ന് പറയുന്ന കണക്കായിപ്പോയി ഇത്. ഇപ്പോൾ CPM അല്ലെങ്കിൽ BJP ചെയ്തെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. സ്വന്തം പാർട്ടി തന്നെ ചെയ്തതാണെങ്കിലോ, അതുകൊണ്ട് നമുക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ മന്ത്രി ആയേക്കാം. 1-2 വരുവാണെങ്കിൽ ഓക്കെ, അപ്പോൾ വിശ്വസിക്കാമായിരുന്നു. ഇത് ഒറ്റയടിക്ക് 9 പേര് പൊങ്ങി വന്നതാണ്. ഇത് നമ്മൾ പൊതുവെ ഞാനൊന്നും ഒരു പാർട്ടിയിൽ വിശ്വസിക്കുന്ന ഒരാളല്ല. അതുകൊണ്ട് ഇനി പറഞ്ഞതേ ഉള്ളൂ. അത് കളിയാക്കുണ്ട് കൂട്ടുകാർ പരസ്പരം. നമ്മളും പറയുമായിരുന്നു. എൻ്റെ കൂടെ പഠിക്കുന്ന ഒരു കൊച്ചാണെങ്കിൽ ഇതിൻ്റേത് ഏതാണ്ട് പാർട്ടിയിൽ ഏതാണ്ട് നേതാവായിട്ട് നടക്കുന്നതാണ്. അന്നേരം അവളാണെങ്കിൽ എപ്പോഴും പറയുമായിരുന്നു. എന്നാൽ ഞങ്ങളിപ്പോൾ ഒന്നിച്ചൊന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഞങ്ങൾ ഗ്രൂപ്പുണ്ട്. അന്നേരം അവൾ പറയും നിൻ്റെ വീട്ടിൽ വരുന്നുണ്ട്,
ഞങ്ങളെ പാർട്ടിക്കാരനെ രാഹുൽ മാങ്കൂട്ടം അന്നേരം കാണാൻ വരുന്നുണ്ടെന്നൊക്കെ പറയും. ഇപ്പോൾ ആണെങ്കിൽ കൊച്ചൊന്നും വേണ്ടാതെ ഞാൻ തിരിച്ചിട്ട് കളിയാക്കുകയും ചെയ്യും. ഇനി വരുമെന്ന് പറഞ്ഞാലോ? വരുമായിരിക്കും. അവരുടെ കുടുംബം പണ്ട് മുതലേ ഇവിടെ ഉള്ളവർക്കൊക്കെ ഓരോ സഹായങ്ങളും ഓരോരുത്തർക്ക് ഓരോന്ന് ചെയ്തിട്ടുള്ളത് കൊണ്ട് അവരുടെ കുടുംബത്തിന് ആരും ഈ വഴിക്കുള്ള ആരും ഒരു മോശം പറയത്തില്ലെന്നാണ് എനിക്ക് ഇതുവരെ ഞാൻ കേട്ടിട്ടുള്ളൂ. ഇപ്പോൾ എതിർ പാർട്ടി CPM ആയാൽ പോലും അവരുടെ കുടുംബം വെച്ച് അണ്ണനെ കുറിച്ചായാലും അവരുടെ കുടുംബത്തിനൊന്നും പറയത്തില്ല. കടമനാട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ നേരെ ഒരു പെണ്ണിപ്പോൾ ഈ ചുറ്റിനും വന്നേക്കുന്നു. പക്ഷെ ആരും ചെയ്തുകൊണ്ടില്ല. പത്തിലങ്ങാണ്ട് പഠിച്ചുകൊണ്ടിരുന്നു. 10ലാണോ 9ലാണോ പഠിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു പറഞ്ഞു. പക്ഷെ ആരും അത് മൈൻഡ് ചെയ്തു. 8ലും 9ലാണ് അങ്ങാണ്ട് കടമനാട് സ്കൂളിൽ പഠിച്ചു. കടമനാട് അവനെ പഠിച്ച ഇത്രയും വർഷം അങ്ങനെ ഇതിൻ്റെ കൂടെ ആകുമ്പോഴേ ഇത് കെട്ടിക്കോട്ടെ എന്നുള്ള ഒതുക്കി തീർക്കുന്നതിന് ഒരു ശ്രമമുണ്ടല്ലോ. എനിക്ക് തോന്നുന്നില്ല ഇത്രയും വളർച്ച ആ ചാനലിലൊക്കെ നല്ല ഇതായിരുന്നു. കേന്ദ്രത്തിലോട്ട് പോകാനുള്ള ചാൻസ് പക്ഷേ അങ്ങനെ പോകാം. 8-9 ക്ലാസ് പഠിക്കുമ്പോൾ സ്വഭാവം എങ്ങനെയാണെന്നാണോ പറയുന്നത്? ഒരു പെണ്ണ് പറഞ്ഞു. ഇവിടങ്ങളിലൊരു ആദ്യം പിന്നെ അയലത്തല്ലിയോ അല്ലെ നോക്ക് അയലത്തല്ലിയോ ഇത് ഓരോന്നൊക്കെ ചെയ്ത് പഠിക്കുന്നത്. അല്ല ഇത് മറ്റേ പെണ്ണെന്ന് പറയുന്നത് ഈ പെണ്ണ് നേരത്തെ ഇത് എവിടെ ആയിരുന്നു? എത്ര വർഷമായി 10ാം ക്ലാസ് കഴിഞ്ഞിട്ട്? നമ്മളൊന്നും പറയുക ഇത് വാർത്തയിലൊക്കെ വന്നത് ഒരു 13 വയസ്സ് മുതൽ 16ാമത്തെ വയസ്സ് വരെ 55 പേര് കൈകാര്യം ചെയ്തെന്ന് പറഞ്ഞാൽ ആ പെണ്ണ് എവിടെ ആയിരുന്നു? ഇല്ലേ പത്തനംതിട്ടങ്ങാണ്ട് ഒരു പെണ്ണിനെ 55 പേര് 13 വയസ്സ് മുതൽ 16 വയസ്സ് 55 പേര്. അത് ആ പെണ്ണിനെ അറിയാവുന്ന 55 പേര് പിന്നെ ഉണ്ടെന്ന് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരെ കൊടുക്കാൻ വേറെ ഉണ്ട്. ഇതിനൊക്കെ എത്രയോ തെറ്റ് ചെയ്തവർ വേറെ ഉണ്ട്. പരസ്യം നടക്കുന്നു അല്ലേ? ഈ നമ്മുടെ നാട്ടിൽ നിന്ന് നല്ല ഒരു അയലത്തു നിന്നൊരു മന്ത്രി അല്ലെങ്കിൽ ഒരു MLA പോട്ടെ, ഒരു മന്ത്രി അടുത്ത കോൺഗ്രസ് ഭരണകാലത്ത് ഒരു മന്ത്രി ഉറപ്പാണ്. കാരണം നമുക്ക് ഇവിടെയും ഒരു വാചാല ചെയ്യണം ഇല്ലേ? നിങ്ങൾ അതൊക്കെ ആഗ്രഹിച്ചു. എൻ്റെ അഭിപ്രായം പറയാനാണെങ്കിൽ പുള്ളി നല്ലൊരു പ്രവർത്തകൻ, നല്ലൊരു സ്വഭാവക്കാരനാണ്. ഞാൻ ആ പുള്ളിയുടെ വീട്ടുമായിട്ട് ബന്ധപ്പെട്ട നടക്കുന്ന ഒരാളാണ്. പുള്ളിക്ക് നല്ല ഭാവിയിലൊരു ഫ്യൂച്ചറൊക്കെ ഉള്ള ഒരാളാണ്. ഇത് രാഷ്ട്രീയത്തിൻ്റെ കളികളാണ്. ഇത് തൊഴുത്തിൽ കുത്താണ്. ഒരാൾ വേറൊരാൾക്ക് ഇഷ്ടപ്പെടത്തില്ല, മറ്റൊരാൾ ഇതാവുന്ന അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ ഇതെല്ലാം ഒരു തൊഴുത്തിൽ കുത്താണ്. അപ്പോൾ ഇത് മണ്ട വെച്ച് മുറിച്ച് കളയണമെന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് മറ്റുള്ളവരൊക്കെ പ്രവർത്തി. ഇതേ ഉള്ളൂ എൻ്റെ കാര്യം, സത്യാവസ്ഥ. രാഹുൽ ഇങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? മനുഷ്യൻ ചെറുപ്പക്കാരല്ലേ, സംഭവിച്ചുകൂടാഴിയില്ല. ഇത് ലോകത്തിൽ പലയിടത്തും പലരും ഓരോന്നും ചെയ്യുന്നില്ല. എല്ലാം മറമുഖമായിട്ടും ആ വെട്ടുവിട്ടങ്ങ് പോവല്ലേ, ഒന്നും വെളിയിലോട്ട് പൊന്തി വരുന്നില്ല. ഇപ്പോൾ ചാനലുകാർ പറയുമ്പോൾ കുറേ കാര്യങ്ങൾ നടത്തും, അത് വിട്ടുപോകും. അടുത്തൊരു ചാനൽ വരുമ്പോൾ അവർ അതിലോട്ട് പിടിക്കും. ഇങ്ങനെയാണ് ഇപ്പോൾ ലോകത്തിൻ്റെ പോക്ക്, അല്ലാതെ വേറെ ഒന്നുമില്ല. രാഹുലിനെ എത്ര കാലം തൊട്ട് അറിയാം? പുള്ളിയെ ജനിച്ച് വളർന്ന കാലം തൊട്ട് അറിയാം. ഞാനിവിടെ ജീവിച്ച് വളർന്ന ഒരാളാണ്. ആണല്ലേ? വീടുമായിട്ട് വളരെ അടുത്തുള്ള ഞാൻ പുള്ളിയുടെ വീട്ടിലെ ഒരു കസ്റ്റമർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു മാസവായനയും ഒരു ആളുമൊക്കെ ആയിട്ട് നടക്കുന്ന ഒരാളാണ്. അവരുടെ വീട്ടിൽ മാസാമാസം എനിക്ക് ഈ വായനയും മറ്റു കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ട്. അങ്ങനെ ഉള്ള ഒരു ബന്ധമായിട്ട് പോയിക്കൊണ്ടിരുന്നു. അവരുടെ വീടെന്ന് പറഞ്ഞാൽ ഒരു ഭക്തിനിർഭരമായിട്ടുള്ള ഒരു കുടുംബമാണ്. ആ പുള്ളിയുടെ മാതാവ് എപ്പോഴും ക്ഷേത്ര ദർശനവും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് നല്ല പരിചയമുണ്ട്. ഈ രാഹുലിൻ്റെ അമ്മ, ആ രാഹുലിൻ്റെ അമ്മയെ ഒക്കെ ആയിട്ട്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ രാഹുലിൻ്റെ അമ്മയ്ക്ക് ഭയങ്കര വിഷമം തോന്നിയിട്ടില്ല? അത് പിന്നെ ഏതൊരു രക്ഷകർത്താക്കൾക്കും അറിയാൻ ഉണ്ടാവില്ല. ഇപ്പം എനിക്കായാലും ഇതൊരു സംഭവം ഉണ്ടായി, എനിക്കും ഉണ്ടാവും. വേറൊരു രക്ഷകർത്താവാണെങ്കിൽ അവർക്ക് ഇതിൻ്റെ ഉണ്ട്. എല്ലാ രക്ഷകർത്താക്കൾക്കും ഉണ്ടാവും. എല്ലാവരും മക്കളുടെ നന്മയല്ലേ നോക്കി നടത്തുന്നേ അല്ലേ? നല്ലവണ്ണം. അതുപോലെ ചില ആൾക്കാർ വിചാരിക്കും എന്നെപ്പോലെ എൻ്റെ അയൽക്കാർ നല്ലവണ്ണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ചിലർ വിചാരിക്കും അവൻ എന്നെ കെട്ടി വലിയവനായി, അതുണ്ടാകാൻ പാടില്ല. ഇങ്ങനെയൊക്കെ പല രീതിയിലാണ് മനുഷ്യൻ്റെ സ്വഭാവങ്ങൾ, ചിന്തകൾ. എൻ്റെ നാട്ടുകാരെൻ്റെ ഇവിടുത്തെ എൻ്റെ ഒരു മകനെ പോലുള്ള പുള്ളിക്ക് അത്ര 34 വയസ്സേ ഉള്ളൂ. പറഞ്ഞാലേ എനിക്ക് അതിൻ്റെ ഡബിൾ ഇരട്ടി വയസ്സുണ്ട്. പറഞ്ഞാലോ, അപ്പം അങ്ങനെയുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും വളരെ വിഷമമുണ്ട്. പ്രത്യേകിച്ച് കുടുംബത്തോട് ഞാൻ ഇച്ചിരി അടുത്ത് നിൽക്കുന്നുമുണ്ട്. എന്തായാലും ഇത് ഒരു ശാശ്വതമായിട്ടൊരു നിലനിൽപ്പല്ലല്ലോ. വരുന്നു പോന്നു ഇതൊക്കെയാണല്ലോ നടക്കുന്നത്. ഇതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം
നേരത്തെ ഒരുപാട് ഓരോരുത്തരുടെ വിവാദങ്ങളൊക്കെ ലാസ്റ്റ് പുള്ളി വിളിച്ചോലായി. ഇതിപ്പോൾ ഒരു ഒന്നുമില്ല. ഇതിപ്പോൾ നല്ലൊരു യുവ നേതാവായിട്ട് വരിക. എങ്ങനെയാലും ഈ പുള്ളിയെ താക്കണമെന്നുള്ള താല്പര്യമുള്ളവരായിരിക്കുമല്ലോ ഇതിനകത്തുള്ളത്. നമ്മുടെ പാർട്ടിയിൽ തന്നെ ഈ കോൺഗ്രസിൽ തന്നെ എല്ലാവരും ഇവനെ എങ്ങനെയും താക്കണമെന്ന് പറയാൻ നടക്കുന്നവരാണ്. പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ എതിർ പാർട്ടികൾക്ക് പിന്നെ അത് ചെയ്യാതിരിക്കണം. ഈ വിവാദങ്ങളൊക്കെ ഞാനൊരു സംശയം കൂടെ ചോദിക്കാം. ഈ ഇങ്ങനെയൊക്കെയുള്ള സംഭവം 3.5 വർഷത്തിന് മുമ്പല്ലേ നടന്നത്? അത് ഇപ്പൊ ബുദ്ധിമുട്ടുണ്ടായിരുന്നത് ഇപ്പൊ ഈ ഇലക്ഷൻ കണ്ടുകൊണ്ടല്ലേ? ഇതിനകത്തുള്ളൊരു ഇപ്പൊ ഈ കുട്ടി ഇതുവരെ പ്രസവിക്കാതിരിക്കുന്നു 3.5 വർഷമായിട്ട് ചോദിക്കുന്നത്. അപ്പം നമുക്ക് ഈ വേറൊരു കാര്യമുണ്ട്, ഓരോരുത്തർക്കും ഓരോ കാര്യം. ഇപ്പോൾ പെണ്ണുങ്ങൾക്കാണല്ലോ എല്ലാവർക്കും ഇത്തിരി മുൻതൂക്കം കൊടുത്തേക്കുന്നവർക്കാണ്. അതുകൊണ്ട് ഇപ്പോൾ വേറൊരു കേസിനും പെട്ടിട്ടില്ലെങ്കിൽ ഈ പെൺ വാണിപ്പം ഒതുക്കാൻ പറ്റാവുന്ന വാണിപ്പം. ഇതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിലേ ഉള്ളൂ ഈ പ്രശ്നം, വേറെ എങ്ങും ഇല്ല. ഈ കേരളത്തിലേ ഉള്ളൂ. പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഇതൊക്കെ മറികടന്ന് പുള്ളി ശക്തനായി തിരിച്ചു തീർച്ചയായിട്ടും വരണം. തീർച്ചയായിട്ടും അവൻ വരണം. എൻ്റെ ഒരു ഇത് വെച്ച് അഭിപ്രായം വെച്ച് നോക്കണം. അവൻ നല്ലൊരു ശക്തനായിട്ട് തന്നെ വരണം. അവൻ നല്ലൊരു നേതാവാണ്. എന്നാലും ഇതിനിടയ്ക്ക് അവൻ രാഹുൽ ഈശ്വർ പറഞ്ഞല്ലോ, അല്ലേ അവനെ ചവിട്ടിത്താക്കും. അവൻ കയറി വരണം. നല്ലൊരു നേതാവായിട്ട് അവൻ നല്ലൊരു പയ്യനാണ്. അവൻ കയറി വരണം. പക്ഷേ ഇതിനകത്ത് ആർക്കും എനിക്ക് ഇതിനകത്തോടൊന്നും വലിയ താല്പര്യം കാണുന്നില്ല. എൻ്റെ പിന്നെ വേറൊരു കാര്യമുണ്ട്, ഒരാൾ മാത്രമല്ലല്ലോ തെറ്റ് ചെയ്യുന്നത്. ഇപ്പം പണ്ടൊരു പഴമൊഴിയുണ്ട്, ഇല വന്ന് മുള്ളേ വീണാലും മുണ്ട് വന്ന ഇല വീണാലും കേടലിക്ക എന്ന് പറയല്ലേ. അപ്പോൾ ഈ കുട്ടിക്ക് ഈ താല്പര്യമുണ്ട്. ഈ ഇത്രയും കാലത്തിന് എന്തുകൊണ്ട് ഇത് പറഞ്ഞില്ല? പണ്ട് നമ്മുടെ സിനിമാ പ്രേമികൾ ഒത്തിരി എണ്ണം പറഞ്ഞുകൊണ്ട് നടന്നു. മുകേഷിൻ്റെ കാര്യം മറ്റവരുടെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. ഗണേശിൻ്റെ കാര്യമൊക്കെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ അന്നേരം ഒന്നും ഇവർക്ക് പൊങ്ങത്തില്ല. ഇപ്പം പൊങ്ങുന്നതിൻ്റെ കാരണം എന്തുവാ? അപ്പോൾ ഈ പെണ്ണുങ്ങളെ ചെയ്യുന്ന സത്യത്തിൽ ഇതിന് എന്തെങ്കിലും ഒരു സർക്കാർ ഇതിനൊരു നിയമം വേറെ മാറ്റി വെക്കണം. ഈ ആണുങ്ങളെ ഇങ്ങനെ തേജോവധം ചെയ്യാൻ. ഇപ്പം ഈ കുട്ടിക്ക് എന്തെങ്കിലും നേരത്തെ ആയിട്ട്, അതായത് 4 വർഷം അങ്ങോട്ടായി ഈ സംഭവം നടന്നു. കുട്ടിക്ക് ഒരു പറയാനുണ്ട്, എന്ത് ചെയ്യണം? ആദ്യം പോലീസ് സ്റ്റേഷനിൽ ചെന്ന്. ഇത് മാധ്യമങ്ങളുടെ മുമ്പിൽ, സത്യം പറഞ്ഞാൽ ഈ മാധ്യമങ്ങളാണ് എല്ലാത്തിലും കുഴപ്പക്കാരാവുന്നത്. വളച്ചൊടിച്ച് പറിച്ച് എല്ലാം കുളമാക്കി കൈ കൊടുക്കുന്ന അവർ തന്നെ. ഇതിനിടയ്ക്ക് പിന്നെ ആരാധനയുടെയൊക്കെ പ്രശ്നങ്ങൾ വരുന്നു. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, അതൊന്നും എടുക്കാൻ ആർക്കും കഴിയുന്നില്ല. ഇപ്പം നിങ്ങൾ പറയുന്നതായിരിക്കത്തില്ല മറ്റുള്ളവർ പറയുന്നത്. അതൊന്ന് അല്ല. ഇപ്പം വേറെ ഓണം കഴിഞ്ഞ് കഴിഞ്ഞാൽ കള്ളിന് 20 രൂപ നമ്മൾ മുമ്പർ കൊടുക്കണം. അതൊന്നും ആരും പറയില്ല. അരിക്ക് 10 രൂപ കൂടുതലുണ്ട്. ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് ഇപ്പോൾ എത്രയായി? മാവേലീശ്വരി വല്ല സാധനമുണ്ടോ? അതിനെക്കുറിച്ച് ആർക്കും ചോദിക്കാനോ പറയാനോ ഒരു സമയമില്ല. പക്ഷേ ഇന്നൊരു വാണിഭം സഹിക്കത്തില്ല. എന്നാൽ നമ്മുടെ ഇരിക്കുന്ന എല്ലാ പാർട്ടിയിലും എല്ലാ വാണിഭവും നടത്തിയവരുമുണ്ട്. ആരെങ്കിലും കുറഞ്ഞവരുണ്ടോ? എല്ലാവരും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിന് എന്തെങ്കിലും പ്രതിവിധി നേടിയിട്ടുണ്ടോ? ഒന്നുമില്ല. അല്ല, ഇനി ഇതിനെക്കുറിച്ച് എന്താ പറയുന്നത്? ഈ ട്രാൻസ്ജെൻഡറെയൊക്കെ പോയി രാഹുൽ പീഡിപ്പിച്ചതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവനെന്താ പെണ്ണ് കിട്ടത്തില്ലേ? അല്ല, ഞാൻ ഈ ഒരു പെണ്ണിൻ്റെ പുറകിൽ വന്നിട്ട് പിന്നെ ഈ ട്രാൻസ്ജെൻഡർ പോയി ചൊറിയേണ്ട കാര്യമുണ്ടോ? ഞാൻ ചോദിക്കുന്ന അത്രയ്ക്ക് ദാരിദ്ര്യമാണ് അവൻ ഇത്രയും വലിയൊരു ചെറുപ്പക്കാരൻ. ഒരു പെണ്ണിനെ കിട്ടാനിട്ടാണോ അവന്? ഈ ഒരു പെണ്ണെ അവൻ പിടിപ്പിക്കാറുണ്ട്. വേറെ ഒന്നും ചെയ്തൂടെ? ഈ ട്രാൻസ്ജെൻഡറിനെ പോയി ഒന്നുമില്ലാത്തതിനെ ചെയ്യണോ? ഞാൻ വേറെ പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അതുകൊണ്ടാണ്. എന്നിട്ട് പറയാം ഞങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട് വന്നു. ഇതും പറയുന്നത് ഞങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട് പോവാ. എന്നാ എന്നെ വിളിച്ചെന്നും പറയുന്നത് എന്തുവാ? എനിക്ക് അത്രയും ഒരു തറയാകാൻ പറ്റുമോ? അത്രയും വലിയൊരു ഇത്രയും ഒരു നല്ലൊരു ചെറുപ്പക്കാരന് അത്രയും ഒരു തറയാവൂ? അതിൻ്റെ ഒരു പെണ്ണിൻ്റെ പറഞ്ഞു പോയി പീഡിപ്പിച്ചു, അല്ലാതെ എന്ന് പറയുമ്പോൾ അതിന് പിന്നെ ഉണ്ട്. ട്രാൻസ്ജെൻഡർ പറയുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റും. പെണ്ണുങ്ങൾ ആണുങ്ങളെ ബലാത്സംഗം ചെയ്യുന്നു, ആണുങ്ങളല്ല. ഇപ്പം അവരുടെ പേരിലാണ് പോയിക്കോട്ടിരിക്കുന്നത്. എന്തൊക്കെ അതെ സത്യം പറയാം. നമ്മുടെ കേരളത്തിലേ ഉള്ളൂ. രാഹുലിനെ നേരത്തെ തൊട്ട് അറിയാം. ഈ രാഹുൽ MLA സ്ഥാനം രാജിവെക്കേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. അത് ഈ പാർട്ടിക്കാർ തന്നെ ചെയ്യുന്ന പണിയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ ചോദിക്കുന്ന കാര്യം, ഈ MLA സ്ഥാനം വെക്കേണ്ടത് നമ്മുടെ ഇന്ന് MP ഇരിക്കുന്നവരുടെ പേരിലും വന്നിട്ടില്ല വിവാദങ്ങൾ. എത്രയോ പ്രാവശ്യം നമ്മുടെ മുകേഷിൻ്റെ പേര് വന്നു, നമ്മുടെ ഗണേഷ് കുമാറിൻ്റെ പേര് വന്നു, ഇതെല്ലാവരുടെയും പേര് വന്നില്ല. രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ പേര് വന്നില്ല. എല്ലാവരുടെയും പേര് വന്നു. എന്നിട്ട് എന്തുകൊണ്ട് ഇതൊന്നും നടക്കുന്നില്ല? അപ്പോൾ ഇപ്പം എന്ന് വെച്ചാൽ ഈ ചെറുക്കൻ പയ്യൻ ഒരു ജനയുവായിട്ട് വരിക. ഇനി ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെയല്ല ഒരു 10-50 കൊല്ലം അവന് ഭരിക്കാൻ പറ്റും, നല്ലൊരു മന്ത്രിയാവാൻ പറ്റും. അപ്പോൾ എവനെ എങ്ങനെയും മുഖ്യമന്ത്രിയാക്കാൻ പറ്റും. അപ്പോൾ എവനെ എങ്ങനെയും ചവിട്ടി താക്കുക. എന്നിട്ട് പിന്നെ മറ്റുള്ളവർക്ക് കയറി ഈ കോൺഗ്രസ്സിൽ പിന്നെ പ്രത്യേകിച്ച് എല്ലാവർക്കും മന്ത്രിസ്ഥാനം മതി. ഭരിക്കണം. കുളമാക്കി ഇനിയും പ്രത്യേകിച്ച് കുളമാക്കണം.
നല്ലത് കൊച്ചു പിള്ളേരെ കയറണം. അവർ കയറി അവർ ഈ നല്ലൊരു ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ അവരെ കൊണ്ടേ പറ്റൂ. രമേശ് ചെന്നിത്തല, ഉമാ തോമസ് ഒക്കെ ആണല്ലോ പറയുന്നത് ഇദ്ദേഹം രാജിവെക്കണമെന്ന്. ഇവരെല്ലാം ഈ ഉമാ തോമസ് ആയാലും ഈ പിന്നെ രമേശ് ചെന്നിത്തല ആയാലും ആരായാലും ശരി തന്നെ. ഞാൻ പറഞ്ഞല്ലേ, ഇവരുടെ പേരിലൊക്കെ കേസുണ്ട്, ഇതുണ്ടായിട്ടുണ്ടല്ലോ. എന്നിട്ട് എന്താ അവരെ എം എൽ എ തന്നെ രാജിവെക്കാൻ പറയുന്നില്ലേ? ഇതൊക്കെ ആദ്യം ഇത് തെളിയിക്കണം. തെളിയിച്ച് ഇത് സത്യം ഉണ്ടെങ്കിൽ തെറ്റ് കണ്ട സത്യമാണ്, അവനെ കൊണ്ട് അതെല്ലാം അതിനപ്പുറത്തും ചെയ്യിപ്പിക്കാം. അത് ചെയ്യുന്നതിന് സന്തോഷമേ ഉള്ളൂ. അവനൊരു തെറ്റുകാരനാണെന്ന് അവരറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ എന്താ അത് ചെയ്യണം. നിയമം അറിയിക്കുന്ന ശിക്ഷ അവന് കൊടുക്കുകയും ചെയ്യണം. അതൊക്കെ നമ്മൾ മുന്നോട്ട് തന്നെ പോകണം. അങ്ങനെ തോന്നുന്നില്ല, തെറ്റായി പോകുന്ന രീതിയിലേക്ക് പോകുന്നുള്ളത് നമുക്ക് തോന്നുന്നില്ല. പണി കൊടുത്താണെന്ന് എനിക്ക് തോന്നുന്നു ആരുമില്ല. അത് പാർട്ടിക്കാർ തങ്ങൾ പണി കൊടുത്തായിരിക്കും. മറ്റുള്ള പാർട്ടിക്കാർ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാർ തന്നെയാണോ അതോ? കോൺഗ്രസ്സുകാരല്ല, മറ്റുള്ള BJP-ക്കാരും CPM-കാരൊക്കെ. ഭയമായിരുന്നല്ലേ കയറി വരുമോന്നല്ലേ? ആളുപുളിയായിരുന്നു, അവൻ കയറി വരും എന്നുള്ള പാർട്ടിക്കാരിലും ഉണ്ടെന്ന് തോന്നുന്നു. അവനെ മുഴുവൻ വെട്ടിയതാണ്. അടുത്തൊരു നല്ലൊരു മന്ത്രിയാകേണ്ട ആളാണ്. നശിപ്പിച്ചെടുക്കാൻ പറഞ്ഞാൽ മതി. വീട്ടുകാരൊക്കെ എത്ര കാലം തൊട്ട് അറിയാം ഇവരുടെ? ഞങ്ങൾ ചെറുപ്പം അവരുടെ അപ്പന്മാരുള്ളപ്പോഴേ ഞങ്ങൾക്ക് ചെറുപ്പം ഞാനിവിടെ മലയുടെ താമസിക്കുന്നത്. ചെറുപ്പം മുതൽ ഞങ്ങൾക്കറിയാം. ഞങ്ങളവിടെ അവർക്ക് നേരത്തെ കടയൊക്കെ ഉണ്ടായിരുന്നു. കടലൊക്കെ ഞങ്ങൾ സഹകരിക്കും, പോക്കും സാധനം മേടിക്കുകയൊക്കെ ചെയ്യുന്നവരായിരുന്നു അവിടുന്ന്. പിന്നെ ഫാദർ മരിച്ചുപോയി, പിന്നെ കടയൊന്നും ഇല്ലാതെ ആരും നടത്താനില്ലാത്തതുകൊണ്ട് കരിവാരി ചേക്കാനും കരിയിൽ ഒഴിക്കാനും ഒക്കെ എളുപ്പമുണ്ട്. അതിനെ ഒന്ന് നന്നാക്കി കൊണ്ടുവരാൻ ആരെക്കൊണ്ടൊക്കെ പറ്റുമോ? മുഴുവൻ വെട്ടാൻ എളുപ്പമാണ്, പക്ഷേ വളർത്തിക്കൊണ്ട് വരാൻ എന്തുകൊണ്ട് ചെയ്യണോ അത് ഇവർക്കൊന്നും അറിയത്തില്ലല്ലോ. ഇവർക്ക് വെട്ടാനല്ലേ അറിയത്തുള്ളൂ. ഈ MLA സ്ഥാനം രാജിവെച്ചെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ അധികം സമയമില്ലല്ലോ. ഇനിയിപ്പോൾ അടുത്ത മെയ് ആകുമ്പോഴത്തേന് കൂട്ടുവരിക, അസംബ്ലി തെരഞ്ഞെടുപ്പ് വരിക. ഒരു വർഷമെങ്കിലും വേണമെന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് നമുക്കറിയാൻ പറ്റുമോ? മാങ്കൂട്ടത്തെ നമുക്ക് വളരെ പേഴ്സണലായിട്ട് അറിയുന്ന ആളാണ്. അപ്പോൾ ആള് എൻ്റെ അറിവിൽ ഈ ഇങ്ങനെയുള്ളൊരു സംഭവം നമ്മൾ ഈ മാധ്യമങ്ങളിലൂടെയാണ് അറിയുന്നത്. പക്ഷേ ഞാനത് വിശ്വസിക്കുന്നില്ല. അതിനകത്ത് എന്തോ ആണെന്ന് നമുക്കറിയത്തില്ല. അതിനകത്ത് നമുക്കറിയത്തില്ല. ആളെ വളരെ പേഴ്സണലായിട്ട് അറിയാം. നമ്മൾ അറിയുന്ന രാഹുൽ എന്ന് പറയുന്ന ആൾ നമ്മൾ ഈ വളരെ സത്യസന്ധനും ആയിട്ടുള്ള വ്യക്തിയാണ്. നമുക്കിങ്ങനെ ആളിനെക്കുറിച്ച് ഇങ്ങനെ ഒരു ഇതുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാനത് വിശ്വസിക്കുന്നതുമില്ല അങ്ങനൊരു സംഭവം. തീർച്ചയായിട്ടും അതൊരു കെട്ടിച്ചമച്ച ഒരു ആരോപണം മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ഫ്രണ്ട്സാണ്, നമ്മളൊരു കുടുംബ സുഹൃത്താണ്. കാര്യങ്ങളൊക്കെ അറിയാം. വളരെ കൊച്ചുനാളെ രാവിലെ ഒരു കുട്ടിയായിരിക്കുന്ന സമയം മുതൽ നമുക്കറിയാം, സ്കൂളിൽ പഠിക്കുന്ന കാലം പോലും. പിന്നെ ഓരോ ഘട്ടങ്ങളിലെ വളർച്ചയിലും ഒക്കെ തന്നെ നമ്മൾ രാഹുലിനെ അടുത്തറിയാവുന്നൊരു വ്യക്തിയാണ്. ഇപ്പോൾ MLA ആയതിനു ശേഷമാണല്ലോ ഇതെല്ലാം പൊങ്ങുന്നത്. അതുകൊണ്ട് അത് എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? അത് എനിക്കറിയത്തില്ല. അത് ചിലപ്പം പുള്ളിയുടെ ഒരു വളർച്ച എന്ന് പറയുമ്പോൾ വളരെ ഒരു പെട്ടെന്നുണ്ടാകുന്നൊരു വളർച്ചയാണ്. അപ്പോൾ ആ ഒരു വളർച്ചയിൽ പുള്ളി വളരെ പെട്ടെന്ന് ഉയർന്നു വന്നപ്പോൾ ആ ഒരു അതിനകത്ത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന മറ്റുള്ളവർക്കുണ്ടാകുന്ന അസ്വസ്ഥത മൂലം ഉണ്ടാകുന്നൊരു സംഭവമാണ് ഇതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ രാഹുലൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എങ്ങനെയായിരുന്നു ആള് സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴും ഒക്കെ തന്നെ വളരെ നല്ല ഒരു കുട്ടിയായിരുന്നു. പഠിത്തത്തിലൊക്കെ ആണെങ്കിൽ വളരെ ബ്രില്യൻ്റാണ്. അതുപോലെ തന്നെ സ്വഭാവത്തിലായാലും വളരെ നല്ല ഒരു കുട്ടി തന്നെയായിരുന്നു. അല്ലാതെ നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള ആരോപണങ്ങളൊന്നും നമ്മൾ വിശ്വസിക്കുന്നില്ല. അത് തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിൽ എന്താണെന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അറിയത്തില്ല. ഏതാണ്ട് ഏറെക്കുറെ 9 സ്ത്രീകളോളം അല്ലേ ഇപ്പം പരാതി കൊടുത്തെന്നല്ലേ പറയാം. അത് ഒരിക്കലും നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നില്ല. ഈ രാഹുലിനെ പറ്റി പറയുമ്പോൾ രാഹുലിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതൊരു കാര്യം അതിനകത്തൊരു എത്രത്തോളം സത്യം ഉണ്ടെന്ന് നമുക്കറിയത്തുമില്ല. പക്ഷേ നമ്മളത് വിശ്വസിക്കുന്നുമില്ല. അങ്ങനെയുള്ളൊരു കാര്യത്തെക്കുറിച്ച് നമുക്കൊരു വിശ്വാസമില്ല. നമ്മളിവിടെ ഈ രാഹുൽ MLA ആയ സമയത്ത് നമ്മുടെ ഇവിടെ ഒരു പ്രപഞ്ചം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്ന് പറയുന്ന നമ്മുടെ ഒരു ക്ലബ്ബ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ക്ലബിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു ഗംഭീരമായൊരു സ്വീകരണവും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മളിവിടെ ഇവിടെ പ്ലാക്കാട്ടുതറയിൽ ശ്രീ നാഗരാജാദേവി ക്ഷേത്രം എന്നൊരു ക്ഷേത്രമുണ്ട്. ക്ഷേത്രത്തിൻ്റെ ഒരു ഭാരവാഹിയായിരുന്നു പണ്ട്. ആ സമയത്തൊക്കെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ടൊക്കെയുള്ള സ്വീകരണങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെയുള്ള ഒരു സമീപനമാണ് നമ്മളോട് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴും ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നാട്ടുകാരനെന്ന് പറയാൻ തീർച്ചയായും അഭിമാനം പറ്റും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സംഭവങ്ങൾക്ക് ശേഷവും ഞാൻ ഇതുപോലൊരു മരണവുമായിട്ട് ബന്ധപ്പെട്ട് ചെങ്ങന്നൂർ ചെന്നപ്പോൾ നമ്മുടെ കുറച്ച് കസിൻസൊക്കെ ഈ കോഴിക്കോട്ടൊക്കെ ഉള്ള ഉണ്ട്. അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവരും ശരിക്കും ഇത് അങ്ങോട്ട് വിശ്വസിക്കുന്നില്ല. അവർ പറയുന്നത് രാഹുലിനെ അടുത്തറിയാവുന്നൊരു വ്യക്തി എന്ന നിലയിൽ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇത് തീർച്ചയായിട്ടും ഇതൊരു കെട്ടിച്ചമച്ച ആരോപണമെന്നായിട്ടാണ് അവർ കണക്ക് കൂട്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ രാഹുൽ ഈ വിവാദങ്ങളിൽ നിന്നൊക്കെ തിരിച്ച് ശക്തനായിട്ട് തന്നെ വരും എന്ന് തീർച്ചയായും. ഈ സസ്പെൻഷനും ഇതൊന്നും ഒരു കണക്കാക്കുന്നതേ ഇല്ല. ഇതൊക്കെ എല്ലാം തരണം ചെയ്ത് വീണ്ടും പൂർവാധിക ശക്തിയോടെ വരുമെന്നുള്ള ശുഭപ്രതീക്ഷ തന്നെയാണ് നമുക്കുള്ളത്. രാഷ്ട്രീയത്തിൽ ഇതുപോലുള്ള ധാരാളം പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും. ഇതിപ്പോൾ സ്വാഭാവികമായിട്ടൊരു പെട്ടെന്ന് വരുന്ന ഒരാളുടെ ഒരു വളർച്ചയെ സംബന്ധിച്ചോളം അവർ തീർച്ചയായിട്ടും അതിന് ആർക്കെങ്കിലും അസൂയകളായ ആൾക്കാരുണ്ടാവും. അതിന് ഏത് ഭരണപക്ഷമാണോ പ്രതിപക്ഷമാണോ ഒന്നും നമുക്കറിയത്തില്ല, എന്ന് പറയാൻ പറ്റത്തില്ല. എന്തായാലും
രാഹുലിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും പൂർവാധികം ശക്തിയോടെ രാഹുൽ തിരിച്ചെത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. കേരളം മാത്രമാണെന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായിട്ടും ഇതുകൊണ്ടൊന്നും രാഹുലിനെ ഒന്ന് തളർത്താനൊന്നും പറ്റത്തില്ല. രാഹുൽ വീണ്ടും പൂർവാധികം ശക്തിയോടെ തന്നെ നല്ല രീതിയിൽ തന്നെ ഉയർന്നു വരും എന്നുള്ള പ്രതീക്ഷയാണ് എനിക്കിപ്പോഴും. എന്നാലും നമ്മൾ ഇതിനകത്ത് വരുമ്പോൾ പുള്ളി ഇനിയാണ് അതിൽ പുള്ളിയുടെ ഒരു രീതി ആണ് പുള്ളി ചെയ്യുന്നത്. പുള്ളി ഇനി എന്തായാലും അതേക്കുറിച്ചൊക്കെ ഇതിൽ നിന്നൊക്കെ നമ്മളോട് ഇപ്പോഴും എപ്പോൾ കണ്ടാലും അന്നുള്ള ആ ഒരു ബഹുമാനം ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ആ ഒരു സ്നേഹവും ഇപ്പോഴും രാഹുലിനുണ്ട്. ഞങ്ങൾക്കൊരു വിശ്വസിക്കാൻ പറ്റാത്തൊരു കഥയപ്പോൾ ഇതൊക്കെ. കാര്യം ഇന്ന് നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിനെ വർഷങ്ങളെ കാണുന്നതാണ്. പക്ഷേ ഒരിക്കലും അത് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അത് അങ്ങനൊരു വ്യക്തിയല്ല. തീർച്ചയായിട്ടും ഞങ്ങളുടെ നാട്ടിലൊരു നല്ലൊരു MLA ആണ്. ഒരു കഴിവുള്ള മനുഷ്യനാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും കഴിവും മിടുക്കമുള്ള ഒരാളായിരുന്നു. പക്ഷേ ഇതാരോ ചതിയായിരിക്കാം, അല്ലെങ്കിൽ കെട്ടിച്ചമച്ച കഥയായിരിക്കാം. എന്തോ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചെയ്തു എന്നുള്ള വിശ്വസിക്കുന്നുണ്ടോ? ചെയ്തു എന്നുള്ള ഞാൻ വിശ്വസിക്കുന്നില്ല. ഇല്ല. ഇപ്പം വളരെയധികം പേരാണ് ഇപ്പോൾ ICCക്ക് പരാതി കൊടുത്തെന്ന് പറയുന്നത്. അതിപ്പോൾ ഞാൻ സാറ് ചോദിച്ചോട്ടെ, ഇതിപ്പം ഈ രാഷ്ട്രീയം കളിക്കുകയാണെങ്കിൽ ഇതുപോലെ ആയിരുന്നല്ലോ നമ്മുടെ കഴിഞ്ഞ മന്ത്രിസഭയിൽ ഉമ്മൻചാണ്ടി സാറിന് ഇറക്കിയത് എങ്ങനെയായിരുന്നു? ഇതേ സ്ത്രീപക്ഷം പറഞ്ഞല്ലേ ഇറക്കിയത്. ഒരുപക്ഷെ രാഷ്ട്രീയക്കളിയാണെങ്കിൽ പെണ്ണേഴ്സല്ലേ രാഷ്ട്രീയക്കളിയാണെങ്കിൽ ഒരുപക്ഷെ ഇദ്ദേഹം വളർന്ന് വന്നു കഴിഞ്ഞാൽ പലർക്കും ഒരു ബുദ്ധിമുട്ടാവും. അത് രാഷ്ട്രീയത്തിൽ ഇദ്ദേഹം ഈ ചെറുപ്രായത്തിന് 38 വയസ്സുകളുടെ കാണത്തുള്ളറിയാം. ഈ ചെറുപ്രായത്തിൽ തന്നെ പുള്ളി ഇത്രയും ഒരു ഹൈ ലെവലെത്തി ഒരു MLA ആയി. അതൊരു കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ VD സതീശൻ സാറിൻ്റെയൊക്കെ ഏറ്റവും അടുത്ത ആൾ, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും അടുത്ത ആൾ വന്നു. അപ്പോൾ ഇത്രയും പുള്ള തീർച്ചയായിട്ടും അടുത്തൊരു മന്ത്രിസ്ഥാനം പുള്ളി ആവശ്യപ്പെടുന്ന കൊടുക്കേണ്ടതാണ്. കാര്യം പുള്ളിക്കാരെ കഴിഞ്ഞ 3 ബൈലക്ഷൻ വന്നു. 3 എണ്ണത്തിന് പുള്ളിക്ക് ഒരുപാട് ഹാർഡ് വർക്ക് ടീമാണത്. അവരെ വിജയിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ഹാർഡ് വർക്ക് ടീമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അദ്ദേഹം ഒരു മന്ത്രിസഭ ചോദിച്ചാൽ കൊടുത്തേ പറ്റുള്ളൂ. ഇപ്പോൾ തന്നെ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിനെ പറ്റി പറയുന്നുണ്ട്. ആ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടം വളരെ സജീവമായിരുന്നു. ഉമ്മ തോമസ് പറയുന്നു രാജിവെക്കണമെന്ന് പറയുന്നു. അതെ, അതാണ് തൃക്കാക്കര ജയിക്കുക. ഉമ്മ തോമസ് ജയിപ്പിച്ചതും അതിൻ്റെ നല്ലൊരു പങ്ക് ടൗൺ മാങ്കൂട്ടത്തിനുണ്ട്. അതുപോലെ തന്നെ നിലമ്പൂർ ഷൗക്കത്ത് ജയിച്ചപ്പോഴും അത് നല്ലൊരു പങ്കുണ്ട്. പിന്നെ പുതുപ്പള്ളിയിൽ ചാണ്ടിയും ജയിച്ചപ്പോഴും നല്ലൊരു പങ്കുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ ഒരുപാട് ഹാർഡ് വർക്കുകയും ഇതിനുവേണ്ടി രാഷ്ട്രീയത്തിന് വേണ്ടി ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ ഇങ്ങനൊരു വ്യക്തി ഇങ്ങനൊരു പെണ്ണേഴ്സിൽ പോകുന്നുള്ളത് ഞങ്ങൾക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാനൊരു LDF ആൾ തന്നെയാണ്. ഞാൻ LDF അടിയുറച്ചിരിക്കുന്ന ആൾ തന്നെയാണ്. പക്ഷേ നമ്മൾ രാഷ്ട്രീയം നോക്കുമല്ലോ ഇതിനകത്തിൽ. വ്യക്തിയാണ് പുള്ളി. ഇത് ഇത്രമാത്രം അങ്ങ് തേജസ് ചെയ്യാൻ പാടില്ലായിരുന്നു. ഇത് സമൂഹത്തിലായാലും ശരി, ഏത് പാർട്ടിക്കായാലും ശരി, പുള്ളി അങ്ങ് ശരിക്കും അങ്ങ് ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അത്രയും എൻ്റെ ആവശ്യമില്ലാതെ സ്വന്തം പാർട്ടിന്നായിട്ട് തോന്നിയിട്ടുണ്ടല്ലേ ഈ ഒരു? തീർച്ചയായിട്ടും ഞാൻ സംസാരിക്കാൻ പലരോടും പറയുന്നത് സ്വന്തം പാർട്ടി തന്നെ പുള്ളി കിട്ടത്തോളം ഞാൻ LDFിന് തീർപ്പം കാണത്തില്ലെന്ന് തോന്നുന്നു. പക്ഷേ പുള്ളിക്ക് സ്വന്തം പാർട്ടി തന്നെ ചതി കിട്ടിയതാണെന്ന് എൻ്റെ ഒരു രീതി. പുള്ളി വളർന്നു വന്നു കഴിഞ്ഞാൽ അത് പലർക്കും വളരെ ബുദ്ധിമുട്ടാവും. പുള്ള വളർച്ച തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടിക്കകത്ത് തന്നെ പോയി. പിന്നെ ചർച്ചയിലൊക്കെ തീപ്പൊരിട്ടുന്നതല്ല, അത്രയും പറ്റുന്നില്ല. ഇതിനും പല ആൾക്കാരും വന്നായിരുന്നു. ഇപ്പൊ തന്നെ PC വിഷ്ണു കയറി വന്നു, അല്ലെങ്കിൽ പിന്നെ കായംകുളം M ലിജു, ഇവരൊക്കെ ചർച്ച കത്തിക്കയറി വന്നതാണ്. പക്ഷെ അവരൊക്കെ അതിന് മുകളിൽ അതെ അവർക്ക് മുകളിൽ ഇദ്ദേഹത്തിനുള്ള സ്ഥാനം വന്നു. നല്ല ഹോളിലായി ചിലപ്പോൾ എടുത്തുപോയി. പക്ഷേ അത് സ്വന്തം പാർട്ടി തന്നെ കുത്തുന്നുള്ളത് എൻ്റെ ഒരു രീതിയിൽ ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. ഉമാ തോമസ് ഒക്കെ വളരെ സീരിയസ് ആയിട്ട് പറയുന്നത് രാജിവെക്കണം. തീർച്ചയായിട്ടും അതെ. ഉമാ തോമസ് അങ്ങനെ ഈ സ്ത്രീകളുടെ നോക്കിയിട്ട് ഉമാ തോമസ് പറയുന്നു. പക്ഷേ ഉമാ തോമസ് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. കാര്യം നല്ലൊരു ഭാഗം തന്നെ ഈ ഉമ്മ ദിവസം ജയിപ്പിക്കാൻ നല്ലൊരു ഭാഗം തന്നെ പുള്ളിക്കാരും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രയത്നം ഒരുപാട് വലുതായിരുന്നു. ഒരുപാട് വലുതായിരുന്നു. മാത്രമല്ല എല്ലാം ബൈലക്ഷൻ വന്നു, 3-4 ബൈലക്ഷൻ അടുത്ത് വന്നു. അതിലെല്ലാം പുള്ളിക്കാരൻ മാക്സിമം സജീവമായിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ രീതിയിൽ മാക്സിമം സജീവമായിരുന്നു. ആളെ കൂട്ടാൻ പറ്റിയ കഴിവുള്ള മനുഷ്യൻ, സംസാര രീതിയിൽ, പ്രവൃത്തിയിലും എല്ലാം. പക്ഷെ ഞങ്ങളുടെ നാട്ടുകാരിതില്ല. ഞാൻ പറഞ്ഞല്ലോ, നമുക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ LDFിനാണെങ്കിൽ തന്നെ. പക്ഷേ പുള്ളി നമുക്കറിയുന്ന ആളായിരുന്നു. നിങ്ങൾ LDFിലാണെന്ന് പുള്ളിക്ക് അറിയാം അല്ലേ? കൃത്യമായിട്ട് അറിയില്ല. കാരണം നമുക്കറിയാമല്ലോ, പുള്ളിക്ക് അറിയാമായിരുന്നു. നമ്മൾ LDFിനാണെന്നാലും നമ്മൾ കാണുന്നതാണ്. തന്നെ ഫേസ്ബുക്ക് പേജ് കാണുമ്പോൾ ഞാനാണെങ്കിലും എൻ്റെ ഫേസ്ബുക്ക് പേജ് മിക്കവാറും ഞാൻ LDFിനെ സപ്പോർട്ട് ചെയ്തിരുന്നുള്ളൂ. അത് കാണുന്നില്ല, അപ്പോൾ അറിയാൻ പറ്റുമല്ലോ. പുള്ളിയായിട്ടൊക്കെ എത്ര വർഷത്തെ പരിചയമുണ്ട്? ആക്ച്വലി ഞാനിവിടെ 10-20 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. ഇവിടെ ഞങ്ങൾ 1 മാസത്തിന് ആളാണ്, 20 വർഷമായി. പിന്നെ പുള്ളി ഇവിടെ ഇങ്ങനെ എപ്പോഴും സ്ഥലത്തില്ലാത്ത ആളാണ്. നമ്മളതിനെപ്പോഴും കാണുന്നില്ല, എപ്പോഴും സ്ഥലത്തില്ല. പക്ഷേ എപ്പോഴും വരുവാണെങ്കിൽ തന്നെ അവിടെ കൈ കാണിക്കുന്നുണ്ട്. പിന്നെ പുള്ളി പഠിച്ചത് ഇവിടെ കമ്മനാട് പുള്ളി പഠിപ്പിച്ചിട്ടിരുന്നു. വിക്ടറി കോളേജിൽ പുള്ളി പഠിപ്പിച്ചതായിരുന്നു. പുള്ളി പഠിപ്പിച്ചായിരുന്നു ട്യൂഷൻ സെൻ്ററിൽ. അധ്യാപകനായിരുന്നു. അതെ, അധ്യാപകനായിരുന്നു. വിക്ടറി കോളേജിൽ അധ്യാപകനായിരുന്നു.
പിന്നെ കോളേജിൽ എവിടെ നിന്ന് എനിക്കറിയില്ല പഠിച്ചതല്ല. പക്ഷെ എന്തായാലും തന്നെ പുള്ളിയെക്കുറിച്ച് നല്ലൊരു പേരുണ്ടായിരുന്നു. അത് സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ പുള്ളിക്ക് പണി കൊടുക്കുന്നത് സംശയമൊന്നുമില്ല. എൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ് കേട്ടോ. ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. പുള്ളിയുടെ വളർച്ച ചോരയ്ക്ക് വേണ്ടി ദാഹിക്കുന്ന പോലെ. അതെ. പുള്ളിയുടെ വളർച്ച ഇഷ്ടപ്പെടാത്ത ആൾക്കാർ പലരും ഉണ്ടാവും. പുള്ളിക്കാരൻ കയറി വന്നു കഴിഞ്ഞാൽ ഇത് അറ്റം വരെ പോകുന്നുള്ളതാണ്. പുള്ളിക്ക് മന്ത്രിയെയും വേണേ ഇനി 10 വയസ്സേ ഉള്ളൂ, ഇനി 10-30 വർഷം കിടക്കുന്നു പുള്ളിക്ക്. ദൈവം ഭാവിയിൽ മുഖ്യമന്ത്രി സ്ഥാനം വരേണ്ട ആളാണത്. അപ്പോൾ ആ വളർച്ചയെ തടയാൻ വേണ്ടി അവർ സ്വന്തം പാർട്ടി തന്നെ കൊത്തുന്നത് എൻ്റെ രീതി പറയത്തുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.